പലപ്പോഴും നമ്മുടെ ഈ സമകാലികമായ പല സംഭവങ്ങളുടെയും മറ്റൊരു തരത്തിൽ മറ്റൊരു പതിപ്പ് മാർത്താണ്ഡവർമ്മ നടപ്പാക്കിയിട്ടുണ്ട്. തൃപ്പടിദാനം എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ വിഖ്യാതമായ ഒരു പ്രഖ്യാപനം രാജ്യത്തെ ദൈവത്തിന് സമർപ്പിക്കുന്ന ഒരു പ്രക്രിയയാണ്. യഥാർത്ഥത്തിൽ അത് ഇന്നും അത് മറ്റൊരർത്ഥത്തിൽ നമ്മുടെ രാജ്യത്ത് നടക്കുകയാണ്, നടപ്പിലാക്കിയിരിക്കുകയാണ്. അതുപോലെ തന്നെ വംശഹത്യ മാർത്താണ്ഡവർമ്മ 1700-കളിൽ തിരുവിതാംകൂറിൽ നടപ്പാക്കി. എതിർത്ത് നിന്ന 8 വീട്ടിപ്പിള്ളമാർ എല്ലാവരെയും കൊല്ലുകയും അവരുടെ സ്ത്രീകളെ തുറകയറ്റുകയും കുഞ്ഞുങ്ങളെ ഉൾപ്പെടെ കൊന്നുകളയൊക്കെ ചെയ്ത ഒരു വംശത്തെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുന്ന വംശഹത്യ നടപ്പാക്കിയ ആളെന്നുള്ള നിലയിൽ പോലും മാർത്താണ്ഡവർമ്മയെ അടയാളപ്പെടുത്തേണ്ടതുണ്ട്. സ്ത്രീകൾക്കെതിരെ ഇത്രയും അതിക്രമങ്ങൾ, വളരെയധികം അതിക്രമങ്ങൾ നടത്തിയ ഒരാളാണ്. പക്ഷേ അതൊന്നും ചരിത്ര പുസ്തകങ്ങൾ വേണ്ട തരത്തിൽ അടയാളപ്പെടുത്തി വച്ചിട്ടില്ല. പിന്നെ മനുഷ്യാവകാശ ധ്വംസനം, നമ്മൾ ഈ സമീപകാലത്ത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം നടന്നപ്പോൾ അല്ലെങ്കിൽ സംഘർഷം നടന്നപ്പോൾ ഇന്ത്യക്ക് പാകിസ്ഥാൻ മേൽ വിജയമുണ്ടാവുകയും അതിനെ തുടർന്ന് ഇന്ത്യ ഒരു പ്രഖ്യാപനം നടത്തി. പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന ഇന്ത്യയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഒരു നദിയുടെ ഗതി മാറ്റുമെന്ന്. അത് കേട്ടവരൊക്കെ അത്ഭുതത്തോടുകൂടി ഇങ്ങനെയൊക്കെ ചെയ്യുമോ ഒരു രാജ്യമെന്ന് ചിന്തിക്കുകയും പലരും അതിനെ വിലക്കുകയും പാടില്ലെന്ന് പറയുകയും ചെയ്യണം. അത് ജലം എന്ന് പറയുന്നതിൻ്റെ ഒഴുക്ക് നിർത്തുക എന്ന് പറയുന്ന ഒരു മനുഷ്യാവകാശം കൂടിയാണല്ലോ, മനുഷ്യാവകാശ ധ്വംസനം കൂടിയാണ്.